കേരള PSCയുടെ പ്രിലിമിനറി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നാഡീവ്യവസ്ഥ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്ലാസ്. ഇപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടും അതുപോലെ ഈ നാഡീവ്യവസ്ഥ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ സെഷനാണ്. ആദ്യത്തെ ചോദ്യം, കോശശരീരത്തിലെ നീളം കുറഞ്ഞ തന്തു അറിയപ്പെടുന്നത്. ഇപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചോദ്യങ്ങളിലോട്ട് പോകുന്നതിന് മുന്നേ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നതാണ് നാഡീകോശം അഥവാ ന്യൂറോൺസ്. ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശമാണ് നാഡീകോശം. വിഭജനശേഷി ഇല്ലാത്തതും നാഡീകോശത്തിനാണ്. നാഡീകോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ വരുന്നതാണ് ആക്സോൺ, ഡെൻഡ്രോൺ, അതുപോലെ തന്നെ കോശശരീരം. ആക്സോൺ, ഡെൻഡ്രോൺ, കോശശരീരം. ചോദ്യം, കോശശരീരത്തിലെ നീളം കുറഞ്ഞ തന്തു അറിയപ്പെടുന്നത് ഡെൻഡ്രോൺ എന്നാണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു ഏതാണ്? ആക്സോൺ ആണ്. ആക്സോൺ. കോശശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംഭവിക്കുന്നതും ആക്സോൺ ആണ്. ആക്സോൺ. കോശശരീരത്തിലെ നീളം കുറഞ്ഞത് ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നത്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നത് ഏതാണ്? അതും ഉത്തരം ഡെൻഡ്രോൺ ആണ്. അപ്പോൾ 2 പോയിന്റ്. കോശശരീരത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ തന്തു എന്ന് പറയുന്നത് ഡെൻഡ്രോൺ ആണ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നതും ഡെൻഡ്രോൺ ആണ്. ഡെൻഡ്രോണിന്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഡെൻഡ്രോണിന്റെ ശാഖകൾ അറിയപ്പെടുന്നത് ഡെൻഡ്രൈറ്റുകൾ എന്നാണ്. ഒരു ന്യൂറോണിന്റെ ആക്സോണേറ്റ് മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും തമ്മിൽ ചേരുന്ന ഭാഗം, അതാണ് സിനാപ്സ് എന്നറിയപ്പെടുന്നത്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നതും സിനാപ്സ് ആണ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നതിനും സഹായിക്കുന്നത് സിനാപ്സ് ആണ്. ഒരു ന്യൂറോണിന്റെ ആക്സോണൈറ്റിനെ മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും തമ്മിൽ ചേരുന്ന ഭാഗത്തെ സിനാപ്സ് എന്ന് പറയുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ് ആണ്, 2 നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗത്തെ എന്തെന്ന് പറയാം? സിനാപ്സ് എന്ന് പറയാം. സിനാപ്സ്. അപ്പോൾ 2 നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായി ബന്ധപ്പെടുന്ന ഭാഗത്തെ അറിയപ്പെടുന്നത് സിനാപ്സ് എന്നാണ്. നമ്മുടെ ചോദ്യം, ഒരു ന്യൂറോണിന്റെ ആക്സോണൈറ്റ് മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് തമ്മിൽ ചേരുന്ന ഭാഗത്തെയും സിനാപ്സ് എന്ന് പറയുന്നു. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം ഏതാണ്? തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം ഡെൻഡ്രൈറ്റ് ആണ്. സന്ദേശങ്ങൾ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സ്വീകരിക്കുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രോണിന്റെ ശാഖകൾ അറിയപ്പെടുന്നത് ഡെൻഡ്രൈറ്റുകൾ എന്നാണ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്ന ഭാഗം ഡെൻഡ്രോൺ. 3 പോയിന്റ്. സന്ദേശത്തെ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സ്വീകരിക്കുന്ന ഭാഗം ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രോണിന്റെ ശാഖകളെയാണ് ഡെൻഡ്രൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഡെൻഡ്രൈറ്റുകളിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്ന ഭാഗം ഡെൻഡ്രോൺ ആണ്. നാഡീകോശങ്ങളുടെ ആക്സോണുകളെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലം ഏതാണ്? നാഡീകോശങ്ങളുടെ ആക്സോണുകളിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലം ഏതാണ്? മൈലീൻ ഷീത്താണ്. മൈലീൻ ഷീത്ത്, മൈലീൻ ഒറ എന്ന് പറയും. ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം, ആക്സോണുകളെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് മൈലീൻ ഉറ. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ആക്സോണുകളെ ആവരണം ചെയ്തിരിക്കുന്നത് മൈലീൻ ഷീത്താണ്. നാഡീകോശങ്ങളുടെ ആക്സോണുകളെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് മൈലീൻ ഷീത്ത്.
സിനാപ്സ് പുറപ്പെടുവിക്കുന്ന രാസവസ്തു ഏതാണ്? നമ്മൾ പറഞ്ഞു ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നത് സിനാപ്സ് ആണ്. സിനാപ്സ് പുറപ്പെടുവിക്കുന്ന രാസവസ്തു, സിനാപ്സിൽ ആവേഗങ്ങളുടെ പ്രേഷണത്തിന് സഹായിക്കുന്ന രാസവസ്തു അസറ്റൈൽ കോളിൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, സിനാപ്സ് പുറപ്പെടുവിക്കുന്ന രാസവസ്തു അസറ്റൈൽ കോളിൻ. സോ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്, അസറ്റൈൽ കോളിൻ, ഡോപ്പാമൈൻ എന്നിവ നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നത് സിനാപ്സ് ആണ്. അസറ്റൈൽ കോളിൻ, ഡോപ്പാമൈൻ എന്നിവ നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണമാണ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നത് സിനാപ്സുകളുടെ ധർമ്മമാണ്. ചോദ്യം, സിനാപ്സ് പുറപ്പെടുവിക്കുന്ന രാസവസ്തു ഏതാണ്? അസറ്റൈൽ കോളിൻ. അടുത്ത ചോദ്യം, മസ്തിഷ്കത്തിലും സുഷ്മിനയിലും മൈലീൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത്? മസ്തിഷ്കത്തിലും സുഷ്മിനയിലും മൈലീൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെയാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. തലച്ചോറിലെയും സുഷ്മിനയിലെയും മൈലീനുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് വൈറ്റ് മാറ്റർ ആണ്. മസ്തിഷ്കത്തിലും സുഷ്മിനയിലും മൈലീൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണെങ്കിൽ ഗ്രേ മാറ്റർ ആണ്. അപ്പോൾ രണ്ടും വ്യത്യാസം ശ്രദ്ധിച്ചോണം. മസ്തിഷ്കത്തിൽ മൈലീൻ ഷീത്ത് ഉള്ള കോശങ്ങൾ, നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് വൈറ്റ് മാറ്റർ. കോശശരീരവും മൈലീൻ ഷീത്തും ഇല്ലാത്ത നാഡീകോശങ്ങൾ, മൈലീൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗത്തെയാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷ്മിനയിലേക്കും എത്തിക്കുന്ന നാഡികൾ. അടുത്തത് നാഡീവ്യവസ്ഥയിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെർവ്സ് ആണ് പറയുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷ്മിനയിലേക്കും എത്തിക്കുന്നത് സംവേദനാഡികളാണ്. സംവേദനാഡികൾ. അപ്പോൾ ശ്രദ്ധിക്കുക, ആക്സോണുകളുടെ കൂട്ടത്തെയാണ് നാഡികൾ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷ്മിനയിലേക്കും എത്തിക്കുന്ന നാഡികളാണ് സംവേദനാഡികൾ. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡികൾ. ആദ്യം നമ്മൾ പറഞ്ഞത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷ്മിനയിലേക്കും എത്തിക്കുന്നത് സംവേദനാഡികൾ. തിരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് പ്രേരക നാഡികളാണ്. മോട്ടോർ നെർവ്സ് ആണ്, ഇംഗ്ലീഷിൽ മോട്ടോർ നെർവ്സ്. തലച്ചോറ്, സുഷ്മിന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നെർവ്സ് ആണെങ്കിൽ സമ്മിശ്ര നാഡികൾ അഥവാ മിക്സഡ് നെർവ്സ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെർവ്സ് പഠിക്കാനുള്ളത് 3 എണ്ണമാണ്. സംവേദനാഡികൾ, പ്രേരക നാഡികൾ, സമ്മിശ്ര നാഡികൾ. ആദ്യം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷ്മിനയിലേക്കും എത്തിക്കുന്നത് സംവേദനാഡികൾ. തിരിച്ച് ശരീരത്തിലേക്ക് എത്തിക്കുന്നത് പ്രേരക നാഡികൾ. തലച്ചോറ്, സുഷ്മിന എന്നിവയിലേക്കും തിരിച്ചും സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധ്യമാക്കുന്ന നാഡികളെയാണ് മിക്സഡ് നെർവ് അഥവാ സമ്മിശ്ര നാഡികൾ എന്ന് പറയുന്നത്. സംവേദ നാഡീതന്തുക്കൾക്കും പ്രേരക നാഡീതന്തുക്കൾക്കും ചേർന്നുണ്ടാകുന്ന നാഡി. സംവേദ നാഡീതന്തുക്കൾക്കും പ്രേരക നാഡീതന്തുക്കൾക്കും ചേർന്നുണ്ടാകുന്ന നാഡിയാണ് സമ്മിശ്ര നാഡി അഥവാ മിക്സഡ് നെർവ്. പറഞ്ഞത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പോയിന്റ്സ് കൂടി നോക്കിയിട്ട് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സംവേദ നാഡീതന്തുക്കൾ ചേർന്നുണ്ടാകുന്നതാണ് സംവേദനാഡി. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷ്മിനയിലേക്കും എത്തിക്കുന്നു. പ്രേരക നാഡീതന്തുക്കൾ ചേർന്നുണ്ടാകുന്നു. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. സമ്മിശ്ര നാഡി സംവേദ നാഡീതന്തുക്കളും പ്രേരക നാഡീതന്തുക്കളും ചേർന്നുണ്ടാകുന്നതാണ് മിക്സഡ് നെർവാണ്. തലച്ചോറ്, സുഷ്മിന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയത്തെ സാധ്യമാക്കുന്നു. ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ സെൻസറി നെർവ്സ്, മോട്ടോർ നെർവ്സ്, മിക്സഡ് നെർവ്സ്. It is formed of sensory nerve fibers, motor nerve formed of motor nerve fibers, and mixed nerve formed of both sensory and motor nerve fibers. Sensory nerves carry impulses from various parts of the body to the brain and spinal cord.
reverse of sensory nerve and it carries impulse to and from brain and the spinal cord. മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം എത്രയാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം 31 ജോഡി സുഷുമ്ന നാഡികളാണ്. മനുഷ്യ ശരീരത്തിലെ സുഷുമ്ന നാഡികൾ 31 ജോഡി. മനുഷ്യനിലെ ശിരോനാഡികളുടെ എണ്ണം 12 ജോഡി. മനുഷ്യ ശരീരത്തിലെ ടെക്സ്റ്റ് ബുക്കിലെ ഇമേജാണ്. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും ചേർന്ന് മൊത്തത്തിൽ നാഡികളുടെ എണ്ണം 43 ജോഡിയാണ്. 43 ജോഡിയാണെന്നുള്ളത് പെയർ ആണെന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. 12 പെയർ ക്രേനിയൽ നെർവ്സ് പ്ലസ് 31 പെയർ സ്പൈനൽ നെർവ്സ് പറഞ്ഞതാണ്. 10ാം ശിരോനാഡി എന്നറിയപ്പെടുന്നത് വാഗസ് നെർവ് ആണ്. 10ാം ശിരോനാഡി എന്നറിയപ്പെടുന്നത് വാഗസ് നെർവ്. ഏറ്റവും ചെറിയ നാഡി എന്നറിയപ്പെടുന്നത് 4ാം ശിരോനാഡിയാണ്. ഏറ്റവും ചെറിയ നാഡി 4ാം ശിരോനാഡി. ട്രോക്ലിയർ നെർവിനെയാണ് 4ാം ശിരോനാഡി എന്നറിയപ്പെടുന്നത്. 4ാം ശിരോനാഡി എന്ന് പറയുന്നത് ട്രോക്ലിയർ നെർവാണ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നത് ചോദ്യം പറഞ്ഞതാണ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നത് 2 നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗം 2 നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശത്തെ ഗ്രന്ഥികോശവുമായോ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സിനാപ്സ്. സിനാപ്സിൽ ആവേഗങ്ങളുടെ പ്രേഷണത്തിന് സഹായിക്കുന്ന രാസവസ്തു അസറ്റൈൽ കോളിൻ. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നുള്ള സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം ഡെൻഡ്രൈറ്റ്. ചെയ്ത ചോദ്യമാണ്. നാഡീവ്യവസ്ഥയ്ക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. മസ്തിഷ്കം സുഷ്മിന എന്നത് അടങ്ങുന്ന നാഡീവ്യവസ്ഥ ഏതാണ്? അപ്പോൾ നാഡീവ്യവസ്ഥയിൽ കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിങ്ങനെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. നാഡീവ്യവസ്ഥ, കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ. മസ്തിഷ്കവും സുഷ്മിനയും ഇവ അടങ്ങുന്ന നാഡീവ്യവസ്ഥയെ കേന്ദ്ര നാഡീവ്യവസ്ഥയെന്നും 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷ്മിന നാഡികളും ഉൾക്കൊള്ളുന്നതാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. അപ്പോൾ മസ്തിഷ്കം, സുഷ്മിന എന്നിവ അടങ്ങുന്ന നാഡീവ്യവസ്ഥയെ കേന്ദ്ര നാഡീവ്യവസ്ഥയെന്നും 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷ്മിന നാഡികളും ചേർന്ന നാഡീവ്യവസ്ഥയാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. ഇതിൻ്റെ ആൻസർ മസ്തിഷ്കം, സുഷ്മിന എന്നിവ അടങ്ങുന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥ പറഞ്ഞതാണ്. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷ്മിന നാഡികളും 31 ജോഡിയാണ്. 31 ജോഡി സുഷ്മിന നാഡികളും ചേർന്ന നാഡീവ്യവസ്ഥയാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. നട്ടെല്ലിന് ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാഡികളും ചേർന്ന അവസ്ഥ ഏതാണ്? അപ്പോൾ നട്ടെല്ലിൻ്റെ ഇരുവശത്തുള്ള ഗാംഗ്ലിയോൺ, അതായത് നാഡീതന്തുക്കളുടെ കൂട്ടവും അവയോട് ബന്ധപ്പെട്ട നാഡികളെയും ചേർന്ന് പറയുന്നത് സിമ്പതറ്റിക് വ്യവസ്ഥ എന്നാണ്. സിമ്പതറ്റിക് വ്യവസ്ഥ. നട്ടെല്ലിൻ്റെ ഇരുവശത്തുള്ള ഗാംഗ്ലിയോൺ വ്യവസ്ഥ, നട്ടെല്ലിൻ്റെ ഇരുവശത്തുള്ള ഗാംഗ്ലിയോൺ വ്യവസ്ഥയും അതുപോലെ തന്നെ അവയോട് ബന്ധപ്പെട്ട നാഡികളെയും ചേർന്ന് പറയുന്നതാണ് സിമ്പതറ്റിക് വ്യവസ്ഥ. മസ്തിഷ്കത്തിൽ നിന്നും സുഷ്മിനയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണിൽ നിന്നും പുറപ്പെടുന്ന നാഡികളും ചേർന്ന വ്യവസ്ഥയാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. അപ്പോൾ 2 പോയിന്റ്. ഒന്ന്, മസ്തിഷ്കത്തിൽ നിന്നും സുഷ്മിനയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ ചേർന്നത്. അപ്പോൾ മസ്തിഷ്കത്തിൽ നിന്നും അതുപോലെ തന്നെ സുഷ്മിനയുടെ അവസാന ഭാഗത്തെ നാഡീ വ്യവസ്ഥകളും ചേർന്നത്, സുഷ്മിനയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണിൽ നിന്ന് പുറപ്പെടുന്ന നാഡികളും ചേരുന്ന വ്യവസ്ഥയാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ എന്നതും. നട്ടെല്ലിൻ്റെ ഇരുവശത്തുള്ള, അപ്പോൾ ഇരുവശത്തും ഇതുപോലെയുണ്ട്, നട്ടെല്ലിൻ്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ ശൃംഖലയും അവയോട് ചേർന്ന നാഡികളും ഉൾക്കൊള്ളുന്ന അവസ്ഥയാണ് സിമ്പതറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. 2 എണ്ണം, സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. ഒന്നുകൂടി, നട്ടെല്ലിൻ്റെ ഇരുവശത്തുള്ള ഗാംഗ്ലിയോൺ ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാഡികളും ചേർന്നത്
സിമ്പതറ്റിക് വ്യവസ്ഥ. മസ്തിഷ്കത്തിൽ നിന്നും സുഷ്മിനയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ ചേർന്നത് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. അടുത്തത് മസ്തിഷ്കം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 പാളി സ്ഥരം ആണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 പാളി സ്ഥലത്തെ മെനിഞ്ചസ് എന്ന് പറയുന്നു. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 സ്ഥരപാളികളുള്ള ആവരണത്തെ മെനിഞ്ചസ് എന്ന് പറയുന്നു. മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ സെറിബ്രം, സെറിബെല്ലം, മെഡിലോ ഒബ്ലോങ്ങേറ്റ, ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. സോ ടെക്സ്റ്റ് ബുക്കിലെ ഈ പോയിന്റ് കൂടി ഒന്ന് നോക്കാം. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്ഥരപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട്. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവം, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു. ഓർക്കുക, മെനിഞ്ചസിന്റെ ആന്തരിക പാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ സെറിബ്രോസ്പൈനൽ ദ്രവം. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ 3 പാളി തലയോടിനുള്ളിലെ 3 പാളി സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 3 പാളി സ്ഥലത്തെയാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്ഥരപാളികളുള്ള ആവരണത്തെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 പാളി സ്ഥരപാളികളുള്ള ആവരണത്തെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. സെറിബ്രോസ്പൈനലിന്റെ ധർമ്മങ്ങൾ ഏതെല്ലാം? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. ഇവയെല്ലാം സെറിബ്രോസ്പൈനൽ അതിൻ്റെ ധർമ്മങ്ങളാണ്. സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങളാണ്. ടെക്സ്റ്റിലെ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ ഓർത്തുവെക്കുക. നാഡീവ്യവസ്ഥയുടെയും കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്നത് മസ്തിഷ്കത്തിലാണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മസ്തിഷ്കം. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം മസ്തിഷ്കം. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. അപ്പോൾ ഒന്നുകൂടി, നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം മസ്തിഷ്കം. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. കപാലത്തെക്കുറിച്ചുള്ള പഠനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രേനിയോളജിയാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥിയാണ് കപാലം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥി തലയോട് അഥവാ കപാലമാണ്. കപാലം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 സ്ഥരപാളികളുള്ള ആവരണം നേരത്തെ പറഞ്ഞു, മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥി കപാലം അഥവാ തലയോട്. മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്ര ഗ്രാം ആണ്? 1400 ഗ്രാം അഥവാ 1.4 kg. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം
സെറിബ്രം, മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം, മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രം. അപ്പോൾ സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്, ഭാവന, ചിന്ത, ഓർമ്മ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം, ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം, മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം, ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ സെറിബ്രം. അപ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗത്തെയാണ് സെറിബ്രം എന്ന് പറയുന്നത്. മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം, ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബ്രം. ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റൂടെ നോക്കാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം പറഞ്ഞതാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും, അപ്പോൾ ചാരനിറമുള്ള പുറം ഭാഗത്തെയാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്ന് വിളിക്കുന്നു. അപ്പോൾ മസ്തിഷ്കത്തിന്റെ ഏറ്റവും പുറം ഭാഗത്തെ, സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം, ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതെല്ലാം സെറിബ്രമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. അപ്പോൾ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം, മദ്യം അഫക്റ്റ് ചെയ്യുന്ന ഭാഗം, മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണുന്നു. അപ്പോൾ സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണുന്ന ഭാഗത്തെയാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ചുളിവുകളും ചാലുകളുമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനനില പരിപാലിക്കുന്നു. തുലനനില പാലിക്കുന്നത് സെറിബെല്ലമാണ്. സോ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് സെറിബെല്ലം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്ങേറ്റയാണ്. മെഡുല ഒബ്ലോങ്ങേറ്റ. മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗം മെഡുല ഒബ്ലോങ്ങേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്ന അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലോങ്ങേറ്റ. ഈ ഒരു ഭാഗമാണ്. സെറിബ്രത്തോട് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം സെറിബ്രത്തിന് താഴെയായിട്ട് സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗത്തെയാണ് മെഡുല ഒബ്ലോങ്ങേറ്റ എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്ങേറ്റ. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നതുമായ തലച്ചോറിന്റെ ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിന്റെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് ആണ്. സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ പുനഃസംപ്രേഷണം ചെയ്യുന്ന കേന്ദ്രമാണ് തലാമസ്, റിലേ സ്റ്റേഷൻ. നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം തലാമസ് ആണ്. നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ്. സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നു. സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. പ്രധാനമായും PSC ചോദിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം, ഇതാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്, തലാമസ് ആണ്. നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം തലാമസ് ആണ്.
ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം. മറ്റൊരു ചോദ്യം, ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഇങ്ങനെല്ലാം ചോദിച്ചാൽ ഏത് ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്? സോ ആൻസർ ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം, ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന ഭാഗം, ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഭാഗം, പിന്നെ വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഹൈപ്പോതലാമസ് ആണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗം, രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗം എന്താണ്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. കാഴ്ച എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? കാഴ്ച എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം സെറിബ്രമാണ്. സെറിബ്രം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. അപ്പോൾ സെറിബ്രത്തിലാണ് ഭാവന, ചിന്ത, സുബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം സെറിബ്രമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രം. ഏറ്റവും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടുന്നത് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. സെറിബ്രം. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി നാഡികളുണ്ട്? അപ്പോൾ കുറച്ച് ചോദ്യം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റ് നമ്മൾ നോക്കിയ കാര്യങ്ങൾ തന്നെയാണ് കുറച്ച് ചോദ്യങ്ങൾ. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി നാഡികൾ? പറഞ്ഞു കഴിഞ്ഞതാണ് 43 ജോഡി നാഡികളാണ്. 12 ജോഡി ക്രേനിയൽ നെർവും 31 ജോഡി സ്പൈനൽ നെർവും. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി നാഡികൾ ഉള്ളത്? 43 ജോഡിയിൽ 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സ്പൈനൽ നാഡികളും 31 ജോഡി സുഷ്മ്നാ നാഡികളും ചേർന്നതാണ്. മനുഷ്യ മസ്തിഷ്കത്തിലെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം എത്രയാണ്? 8 വയസ്സ്. ഓർക്കുക, മനുഷ്യ മസ്തിഷ്കത്തിലെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം 8 വയസ്സ്. മെഡുല ഒബ്ലോങ്ങേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന. ടെക്സ്റ്റ് ബുക്കിലെയാണ്. മെഡുല ഒബ്ലോങ്ങേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന. സുഷ്മിനയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? സുഷ്മിനയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ് ആണ്. സുഷ്മിനയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെനിഞ്ചസ്. മെഡുല ഒബ്ലോങ്ങേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗമാണ് സുഷ്മിന. സുഷ്മിന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗം ന്യൂറൽ കനാലാണ്. സുഷ്മിന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗത്തെ ന്യൂറൽ കനാൽ എന്നാണ് പറയുന്നത്. സോ സുഷ്മിന നട്ടലിനുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തെ പോലെ സുഷ്മിനയും മെനിഞ്ചസ് കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത്. സുഷ്മിനയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലും സെറിബ്രോസ്പൈനൽ ദ്രവമുണ്ട്. സുഷ്മിനയുടെ ബാഹ്യഭാഗത്ത്, അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് നേരെ തിരിച്ച് നമ്മൾ മസ്തിഷ്കം പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമായിട്ട് സുഷ്മിനയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററുമാണുള്ളത്. സുഷ്മിനയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്റർ, ആന്തരഭാഗത്ത് ഗ്രേ മാറ്റർ. ഓർത്തു വെക്കുക, സുഷ്മിനയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും. എന്നാൽ നമ്മൾ മസ്തിഷ്കം പറഞ്ഞപ്പോൾ, തലച്ചോറ് പറഞ്ഞപ്പോൾ അവിടെ തലച്ചോറിലെയും സുഷ്മിനയിലെയും മൈലീനുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെയാണ് വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞത്. കോശശരീരവും മൈലീൻ ഷീത്തും ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗത്തെയാണ് ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞത്. മൈലീൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗത്തെയാണ് ഗ്രേ മാറ്റർ. ഇവിടെ സുഷ്മിനയുടെ ബാഹ്യഭാഗത്ത്
വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. നവജാത ശിശുവിന്റെ സുഷുമ്ന നട്ടെല്ലിന്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നു. എന്നാൽ മുതിർന്നവരുടേത് നട്ടെല്ലിന്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതിനനുസരിച്ച് സുഷുമ്ന വളരുന്നില്ല. ഓർക്കുക, ഒരു ഫാക്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നവജാത ശിശുവിന്റെ സുഷുമ്ന നട്ടെല്ലിന്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നു. എന്നാൽ മുതിർന്നവരുടേത് നട്ടെല്ലിന്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതിനനുസരിച്ച് സുഷുമ്ന വളരുന്നില്ല. സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് കാണപ്പെടുന്നത് വൈറ്റ് മാറ്റർ. സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്റർ. അപ്പോൾ സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് കാണപ്പെടുന്നത് വൈറ്റ് മാറ്റർ ആണ്. വൈറ്റ് മാറ്റർ ബാഹ്യഭാഗത്ത് കാണപ്പെടുന്നതാണ് വൈറ്റ് മാറ്റർ. ഓർക്കുക, സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ശരീരത്തിൻ്റെ തെർമോ റെഗുലേറ്റർ എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. തെർമോ റെഗുലേറ്റർ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം ഹൈപ്പോതലാമസ്. അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ പ്രധാനം നമ്മൾ പറഞ്ഞത് എന്താണ്? ഹൈപ്പോതലാമസ് വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗം. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗം എല്ലാം ഹൈപ്പോതലാമസ് ആണ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗം ഹൈപ്പോതലാമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡി വാഗസ് നാഡിയാണ്. 10ാം ശിരോനാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡി വാഗസ് നാഡി, 10ാം ശിരോനാഡി. ഇപ്പോൾ നമ്മൾ നാഡീവ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട കുറേ പോയിന്റ്സ് ആണ് നോക്കിയത്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്